റിവെഞ്ച് ട്രേഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് റിവെഞ്ച് ട്രേഡിങ്? എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് റിവെഞ്ച് ട്രേഡിങ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് നമ്മൾ പറയുന്നുണ്ടായി വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സും ചെയ്യുന്നുണ്ടാവും, അത്യാവശ്യം ട്രേഡിങ് കാര്യങ്ങളെല്ലാം അറിയുന്ന ആൾക്കാരും ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇപ്പം എക്സാമ്പിളായിട്ട് മൺഡേ ഒരു ദിവസം നമ്മൾ ട്രേഡ് എടുക്കലാണ്. നമ്മൾ എക്സ്പെക്ടേഷൻ ഫോർ ഒരു ഫ്രഷ് ഡേ ആണ്, നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു വീക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലായിരിക്കും നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നുണ്ടാകുക. ആ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, നമ്മൾ ഈ ഒരു ഇത്രയും വീഡിയോസിൽ പറഞ്ഞ കാര്യമായിരുന്നു സെറ്റപ്പ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സഡൻ ആയിട്ട് നമ്മൾ എൻട്രി എടുത്ത് അപ്പം തന്നെ ഡയറക്റ്റ് പോയിട്ട് SL അടിച്ചു. ആ ഒരു സമയത്ത് നമുക്ക് ക്രിയേറ്റ് ആകുന്ന ഒരു സൈക്കോളജിയാണ് നമുക്ക് റിവെഞ്ച് ട്രേഡിങ്. എന്താണ്? നമുക്ക് നമ്മുടെ മൈൻഡിലും അതേപോലെ തന്നെ നമ്മുടെ ജെനറ്റിക്സിലെല്ലാം ഉള്ള ഒരു കാര്യമാണ്, പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. നമുക്കൊരു സർവൈവൽ സ്കില്ലുണ്ട് അല്ലേ? പണ്ട് തൊട്ട് ആ ഒരു സർവൈവൽ സ്കില്ല് എല്ലാത്തിനും നമുക്ക് ഉണ്ടാവും. സഡൻ ആയിട്ടുള്ളൊരു എന്താണ് ഒരു ഒരു റിഫ്ലക്ഷൻ നമ്മൾ കാണിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ ആ ഒരു ലോസ് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് ഇത് കവർ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിൽ നമ്മൾ ഒരു പ്രോപ്പർ പ്ലാനോ പ്രോപ്പർ റിസ്ക് റിവാർഡോ ഇല്ലാതെ നെക്സ്റ്റ് ട്രേഡ് പ്ലേസ് ചെയ്യുന്നുണ്ടാവും. പ്ലേസ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാകുന്നുണ്ടാവുക, അയ്യോ ഇത് വേണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ലോസിലേക്ക് പോയിട്ടുണ്ടാവും. ലെക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ഓക്കെ, പ്രോഫിറ്റിലേക്ക് പോക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യും. എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഒന്നെങ്കിൽ റിവേഴ്സ് ആവും, അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കും. വളരെ റെയർ ആയിട്ടുള്ള സിനാരിയോസിൽ നമുക്കിപ്പോൾ പ്രോഫിറ്റ് ആണ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇത് നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ട്രേഡ് എടുക്കുന്ന സമയത്ത് വീണ്ടും സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ നേരത്തെയുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വീണ്ടും ഇവിടെ റിയാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരു സെറ്റ് ഓഫ് റൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട ഒരു കാര്യമാണ് ഇത്ര ട്രേഡ് നമ്മൾ എടുക്കുള്ളൂ എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു ദിവസം ഇത്ര ട്രേഡ് എടുക്കുള്ളൂ, ഇത്ര റിസ്ക് മാത്രമേ ഞാൻ ക്യാപിറ്റലിൻ്റെ ഒരു 2% ഞാൻ റിസ്ക് ചെയ്യും, അല്ലെങ്കിൽ 5% ഞാൻ റിസ്ക് ചെയ്യും, ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇല്ലാന്നുണ്ട് എങ്കിൽ നമ്മൾ റിവെഞ്ച് ട്രേഡിങ് ചെയ്ത് അക്കൗണ്ട് ബ്ലോക്ക് ആക്കാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഇത് നമുക്ക് മനസ്സിലാക്കിയോണ്ടോ, ഞാൻ പറഞ്ഞോണ്ടോ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നിർബന്ധവും ഇല്ല. ഇത് കുറേ നാളെടുത്ത് റെഡിയാകുന്ന ഒരു പ്രോസസ്സാണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് നല്ല രീതിയിൽ ടൈം എടുത്ത് നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ട, ഡിസിപ്ലിനോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ റിവെഞ്ച് ട്രേഡിന് സൊല്യൂഷനായിട്ട് നമുക്ക് പറയാനുണ്ടാകുക പ്രോപ്പർ ആയിട്ടുള്ള സെറ്റപ്പ് മാത്രം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇത്ര ട്രേഡ്സ് എടുക്കൂ, ഒരു ദിവസം ഇത്ര ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്ന് കുറച്ച് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ആ ഒരു മെന്റാലിറ്റി, ഒരു തവണ നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടാവും, വീണ്ടും തെറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മൈൻഡ് തോട്ടുണ്ട്, ഇത്ര ചെയ്തുകൂടാ. നമ്മളെ ട്രേഡിംഗ് റൂളിലുണ്ട്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ, അതിൽ ഇത്ര ട്രേഡ് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു 4-5 ട്രേഡ് എടുത്തു ലോസ് എല്ലാം റിക്കവർ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ആ ഒരു ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ജേർണൽ ചെയ്യുന്ന സമയത്ത്, ജേർണലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞില്ലാന്നുള്ളൂ. ജേർണലിംഗ് എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജേർണൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, അയ്യോ ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്, വീണ്ടും നമ്മൾ ഇതേപോലെ ചെയ്തു, തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെ ചെയ്താകുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ആ ഒരു കറപ്ഷൻ നടത്തുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് എപ്പെങ്കിലല്ല ആയിട്ട് ഈ ഒരു സംഭവം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, റിവെഞ്ച് ട്രേഡിങ് സെയിം തന്നെയാണ് നമുക്ക് ഓവർ ട്രേഡിങ്ങിലേക്കും വരുന്നത്.